കമ്പനി. ഒരു യൂസറിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം കമ്പനി സെറ്റിംഗ്സിലുള്ള യൂസർ ഇൻഫോ ഓപ്പൺ ചെയ്യുക. അവിടെ ക്രിയേറ്റ് യൂസർ എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പറയുന്ന യൂസർ എന്നത് നമ്മുടെ ഷോപ്പിലെ സ്റ്റാഫ് അംഗങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനാൽ ഇവിടെ നെയിം, കോൺടാക്ട് നമ്പർ, ഡിപ്പാർട്ട്മെന്റ്, ഡെസിഗ്നേഷൻ എന്നിവയുൾപ്പെടെ കുറച്ച് മാൻഡേറ്ററി ഫീൽഡ്സ് കാണും. അവയെല്ലാം ഫിൽ ചെയ്യുക. ഇതിലേറ്റവും ഇമ്പോർട്ടന്റ് ഇമെയിൽ ഐഡിയും പാസ്വേഡുമാണ്. ഒരു ഇമെയിൽ ഐ ഡി അടിസ്ഥാനമാക്കിയാണ് പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനു പുറമെ ആ വ്യക്തിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ചൂസ് ഫയൽ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. എല്ലാം ഫിൽ ചെയ്തതിനു ശേഷം ക്രിയേറ്റ് യൂസർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്താൽ യൂസർ ക്രിയേറ്റ് ആകും. ഗ്രൂപ്പ് പെർമിഷൻ എങ്ങനെ കൊടുക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസറിന് എന്ത് പെർമിഷൻസ് വേണമെന്ന് ഇവിടെ സെറ്റ് ചെയ്യാം. ആദ്യം ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ബ്രാഞ്ച് ഹെഡ് എന്ന് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ആ ബ്രാഞ്ച് ഹെഡിന് എത്ര ആക്സസ് വേണമെന്നത് കസ്റ്റമൈസ് ചെയ്യാം. ഉദാഹരണത്തിന് മാസ്റ്റർ സെക്ഷനിൽ ഈ യൂസറിന് പ്രോഡക്റ്റ് ഇൻഫോ ആഡ് ചെയ്യാൻ, വ്യൂ ചെയ്യാൻ തുടങ്ങിയ പെർമിഷൻസ് വേണമെങ്കിൽ അതനുസരിച്ച് ഈ ഓപ്ഷനുകൾ ക്ലിക്ക് ചെയ്യുക. എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ പെർമിഷൻസ് സേവ് ആകും. അടുത്തത് ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ്. ഇവിടെ നമ്മുടെ ഷോപ്പിന്റെ മുഴുവൻ വിവരങ്ങളും കാണാൻ കഴിയും. നമ്മൾ മുമ്പ് എൻ്റർ ചെയ്തിട്ടുള്ള ഷോപ്പ് ഡീറ്റെയിൽസിലേക്ക് ഏതെങ്കിലും മാറ്റം വരുത്തണോ, എഡിറ്റ് ചെയ്യണോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ് സ്ക്രീനിൽ നിന്ന് തന്നെ ചെയ്യാം. ഇവിടെ കമ്പനി നെയിം, കൺട്രി, സ്റ്റേറ്റ് തുടങ്ങി വിവിധ ഫീൽഡുകൾ വ്യൂ ചെയ്യാൻ കഴിയും. അടുത്തത് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്നത് റീജിയണൽ സെറ്റിംഗ്സ് ആണ്. ഇന്ത്യയിലായതിനാൽ ഇവിടെ കറൻസി ആയിട്ട് ഇന്ത്യൻ റുപ്പിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലാംഗ്വേജ് ആയി നിലവിൽ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. ഇവിടെ ടാക്സ്, റൗണ്ടിംഗ്, ഡെസിമൽ തുടങ്ങിയ സെറ്റിംഗുകൾ കാണാം. ഇതിൽ ഏതെങ്കിലും മാറ്റം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യുക, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവസാനമായി ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ബുക്ക് ബിഗിനിങ് ഡേറ്റ് എന്നിവ ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി അപ്ഡേറ്റ് ആകും.